വേറെ ഏതെങ്കിലും ഒരു ക്യാമറ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളതിലാണ് പറയുന്നത്. ആ ക്യാമറ ഞാൻ അജയന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓരോ സാധനങ്ങൾക്കും അത് ചിലപ്പോൾ നമ്മുടെ അവിചാരിതമായിട്ടാവും നമ്മുടെ കയ്യിലേക്ക് എത്തണ്ടാവുക. ഇടുക്കി ഗോൾഡിൽ ഒരു സീനിൽ ഒരു ക്യാമറ ഉണ്ട്. ഒരു സീനിൽ ഒരു ക്യാമറ കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് 3 എന്ന് പറഞ്ഞൊരു ക്യാമറ, പഴയകാല ഒരു ക്യാമറയാണ്, ഫിലിം ക്യാമറ. അപ്പോൾ ഈ ക്യാമറ കൊടുക്കുന്ന ഒരു ഇത് വേണം. ഹോസ്റ്റലിൽ ഒരു ആ ഇടുക്കിയുള്ള പയ്യന്മാരുടെ അവരുടെ അച്ഛൻ ഒരാൾ അമേരിക്കയിൽ നിന്ന് കൊടുത്തയക്കുന്ന ഒരു ക്യാമറ ആയിട്ടാണ് ഒരു സോങ് സീനിൽ വരണമെന്നാണ് നമ്മുടെ ആഷിഖബു പറയുന്നത്. അപ്പോൾ അത് പുതിയ പെട്ടിപ്പാക്ക് ആയിട്ടാണ് വേണ്ടത്. അതായത് പുതിയ ക്യാമറ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് എടുക്കേണ്ട ദിവസം ഇങ്ങനെ അടുത്ത് വരുന്നവരും അജയ ക്യാമറ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ക്യാമറ എനിക്ക് ആ കാലഘട്ടത്തിലും തപ്പിയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അതിനനുസരിച്ച് കോണ്ടാക്ട് ഇതുണ്ടായില്ല, കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സെറ്റ് ചെയ്യാന്ന് തന്നെ പറഞ്ഞു. പക്ഷെ എനിക്ക് സത്യത്തിൽ ഇത് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും കൊച്ചിയിൽ കുറേ ആളുകളോടൊക്കെ നമ്മൾ തപ്പി ഇതാക്കിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ കവർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. കവർ നമ്മൾ ഇതിൻ്റെ നെറ്റിലൊക്കെ നോക്കി അതിൻ്റെ ഡിസൈനർ അതിൻ്റെ കവറൊക്കെ പഴയ അതിൻ്റെ കവറിൻ്റെ മോഡൽ കിട്ടി. നമ്മളത് അതിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കവറും പാറ്റേണൊക്കെ തയ്യാറാക്കി നമ്മൾ. പക്ഷേ ഈ ക്യാമറ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനത് കൊച്ചി പോയിട്ട് അവസാനം, അതായത് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് ഷൂട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മൂവാറ്റുപുഴയിലെത്തിയിട്ട് ഒരു കടയിൽ കയറി. നൈറ്റായിട്ടുണ്ട്, കടകളൊക്കെ അടയ്ക്കുന്നൊരു സമയം. അപ്പോൾ അവിടെ ഒരു ബുക്ക് സ്റ്റാളിൽ ഞാൻ കയറി. അപ്പോൾ അപ്പോഴും സെറ്റിൽ നിന്ന്, അതായത് ഇടുക്കിയിലാണ് വർക്ക് നടക്കുന്നത്. ഞാൻ എറണാകുളം പോയി കുറേ ഈ ക്യാമറ തപ്പിയിട്ട് വരികയാണ് അവിടെ. അപ്പോൾ സെറ്റിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ബുക്ക് സാധനങ്ങളൊക്കെ വേണം ഹോസ്റ്റലിൽ കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ വീണ്ടും ഒരു കടയിൽ കയറിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുക. അവർ ഇന്നത് അപ്പോൾ എപ്പോഴാണ് ഷൂട്ട് വയ്ക്കുക അങ്ങനെയൊക്കെ പറയും. അതൊന്ന് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ കടക്കാരിതൊരാൾ ചോദിച്ചു, നിങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ആളാണല്ലേ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെ ഷൂട്ടിൻ്റെ ടൈം ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കട അടയ്ക്കുന്ന സമയമാണ്. അപ്പോൾ എവിടെയാണ് വീട് അതൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ നാട്ടിലിങ്ങനെ സ്ഥലത്താണ്. അപ്പോൾ എവിടേക്ക് എറണാകുളം, ഇനി എവിടേക്ക് പോകണത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടുക്കിയിലാണ് പോകേണ്ടത്, രാത്രി എത്തണം. ഓ ശരി. അപ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കഥ പറഞ്ഞു. അത് ഞാൻ ഒരു ക്യാമറ തപ്പിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞതെന്നറിയോ, അരുൺ എന്നാണ് പേര് ആളുടെ, അരുൺ, ഒരു ബുക്ക് ഷോപ്പ്. അജയൻ നാളെ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ, അപ്പോൾ എന്താ ചോദിച്ചു, എന്നെ നാളെ വിളിക്ക് അജയൻ എന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേന്ന് പറയുന്നത് എന്താണെന്നറിയോ, ക്ലിക്ക് 3 എന്ന് പറഞ്ഞ ക്യാമറ അയാളുടെയൊക്കെ 2 ഉണ്ട്. 2 ക്യാമറ അയാളുടെ ഫാദർ മിലിറ്ററിയിലാണെന്ന് തോന്നുന്നു പറഞ്ഞു. ആ കാലഘട്ടത്തിൽ വാങ്ങിയിട്ടുള്ള 2 ക്യാമറകളിൽ 1 നഷ്ടപ്പെട്ടു. പക്ഷേ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ ഞാൻ അജയന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനത് വെറുതെ ഡയറക്ടറോട് സത്യത്തിൽ അത് ഫുൾ കിട്ടാതെയാണ് പറയണത്. വേറെ ഏതെങ്കിലും ഒരു ക്യാമറ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ളതിലാണ് പറയണത്. പക്ഷേ ഈ ക്യാമറ ഒരു പുത്തൻ പോലെ തന്നെ അത് കിട്ടി ആ സാധനം. എന്നിട്ട് നമ്മളത് വെച്ച് അതിന് ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് ടച്ച് ചെയ്ത് കറക്റ്റ് ആക്കിയപ്പോൾ പുതിയൊരു ക്യാമറ തന്നെ നമ്മൾ എന്നിട്ട് ആ സിനിമ ഇതിൽ ഷൂട്ട് ചെയ്യാൻ. ഇനി ആ സിനിമ കാണുമ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾക്കും അത് ചിലപ്പോൾ നമ്മുടെ അവിചാരിതമായിട്ടാവും നമ്മുടെ കയ്യിലേക്ക് എത്തണ്ടാവുക.